ആ പാനീയം കുടിക്കും. ലൈവിൽ അനീഷിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു സ്പെഷ്യൽ ജ്യൂസ് കൊടുത്തിരിക്കുകയാണ്. ആ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ അനീഷിന് ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ എന്താണെന്ന് അനീഷിന് മനസ്സിലാകത്തില്ല. പക്ഷേ അവിടെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും തന്നെ അറിയാം. അത് ബിഗ് ബോസ് ആണ് അവിടെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും പറയുന്നത്. പക്ഷേ അനീഷിനോട് പറയുന്നില്ല. അനീഷ് ആ കൺഫഷൻ റൂമിലിരുന്ന് ആ ജ്യൂസ് കുടിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ എക്സ്പ്രഷനിൽ നിന്നും അവരുടെ പെരുമാറ്റ രീതിയിൽ നിന്നും എന്ത് മാറ്റമാണ് അനീഷിന് സംഭവിച്ചത് എന്ന് അനീഷ് മനസ്സിലാക്കി എടുക്കണം. അതാണ് ടാസ്ക്. അങ്ങനെ കൺഫഷൻ റൂമിലിരുന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം അനീഷ് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ അനീഷിന് കൈ കൊടുക്കുന്നു, തൊഴുത് കാണിക്കുന്നു, അനീഷിൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കുന്നു. അപ്പോൾ അനീഷിന് ഏകദേശം ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒരു വലിയ ആളാണ്, താനൊരു VIP ആണെന്ന് മനസ്സിലായി. പക്ഷേ ബിഗ് ബോസ് അവരോട് പറഞ്ഞിരുന്നത് ഒരു സൂപ്പർ സ്റ്റാറാണ്, ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ വേണം അനീഷിനെ ട്രീറ്റ് ചെയ്യാൻ. അനീഷ് ഒരു സൂപ്പർ സ്റ്റാറാണ് എന്നാണ് മത്സരാർത്ഥികളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അനീഷിനെ എല്ലാവരും തൊഴുത് കാണിക്കുന്നുണ്ട്, സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അനീഷിനെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അനീഷ് ഒരു ഗായകനാണ് എന്നുള്ള ഒരു ലേബലിലേക്ക് അവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അനീഷ് പാട്ട് പാടുമോ, ഞങ്ങൾക്കായിട്ടൊരു പാട്ട് പാടിത്തരാമോ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷിനും ഏകദേശം മനസ്സിലായി ഒരു ഗായകനാണ് എന്ന് മനസ്സിലായിരുന്നു. പക്ഷേ പിന്നീട് ആര്യൻ അഭിനയിക്കാനൊക്കെ ഇപ്പോൾ പോകാറുണ്ടോ എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിനയ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണോ എന്നൊരു സംശയവും അനീഷിനുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ബിഗ് ബോസ് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അനീഷ് ഒരു വലിയൊരു സിനിമാ നടനാണ്, ഒരു സൂപ്പർ സ്റ്റാറാണ് എന്നുള്ള രീതിയിൽ തന്നെ അനീഷ് പറഞ്ഞു. അനീഷ് അങ്ങനെ ആ ഒരു ഗെയിമിൽ വിജയിച്ചതായിട്ട് ബിഗ് ബോസ് പറഞ്ഞു. ഇപ്പോൾ അടുത്ത ആൾ ജ്യൂസ് കുടിക്കാനായിട്ട് കൺഫഷൻ റൂമിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.